എന്താ നിന്റെ അമ്മ പറഞ്ഞ നീ കേക്കില്ലേ? നടക്ക് വാ. അങ്ങളൊരു കാര്യം ചോദിക്കട്ടെ? അത് മോന്റെ ആരാ? അതെന്റെ അമ്മയാ. വന്ദന അമ്മ. ഞാനിതുവരെ പ്രണയിച്ചതും സംസാരിച്ചതും വിയമോളുടെ അമ്മയായിരുന്നല്ലോ. വന്ദനമ്മയല്ല, വന്ദന. അങ്ങനെ വിളിച്ചാൽ മതി. നിങ്ങളുടെ ശബ്ദത്തില് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമായിട്ട് നല്ല സാമ്യം. അത് കൊള്ളാലോ. മോളെ നീ ഇങ്ങോട്ട് വന്നേ. എത്ര തവണ പറഞ്ഞാലും കേൾക്കരുത് കേട്ടോ. അതല്ലേ ഞാനും അങ്ങനെ പറഞ്ഞു. ഹരിതേ, എനിക്കൊരു സംശയം. ഈ ദിയ ആരാ? വന്ദനേച്ചിയുടെ മോള്. അപ്പൊ ദിയയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. എന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല. നീ വാ വാ. അപ്പൊ വന്ദനയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അവള് വിധവയാ. വിധവ. ഇനിയും കാണാൻ വരാം, വെറുതെ പലതും മിണ്ടാൻ വരാം. ഉരുകും മനസ്സിൻ്റെ തേനോകൾ കുളിരും നിലാവേറ്റുമായുന്നിതാ. ഇനിയും നിൻ മുഖമെന്നോർമകളിൽ വന്നടയേ വന്നടയേ. ഒരു മാത്ര തളരില്ല, നീരില്ല ഞാൻ. പോയി മറഞ്ഞ കാലവും പറഞ്ഞു തീർത്ത മോഹവും പതിയെ പതിയെ മറന്നിടുവാനറിയാത്ത നിന്റെ പുഞ്ചിരി ചിരാത് ഞാനെടുത്തിടാം. ഇനിയും ഇരുളിൽ വിളക്കാക്കിടാം. ഇനിയും കാണാൻ വരാം, വെറുതെ പലതും മിണ്ടാൻ വരാം. എന്താ നിന്റെ അമ്മ പറഞ്ഞ നീ കേക്കില്ലേ? അതെന്റെ അമ്മയാ. അമ്മയോടും അച്ഛനോടും കാര്യങ്ങളൊക്കെ പറയണം. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് വർഷയെ രക്ഷപ്പെടുത്തണം.
മാധവേട്ട, പെൺകുട്ടികള് പുര നിറഞ്ഞു നിൽക്കുമ്പോ അമ്മമാരുടെ നെഞ്ചിലൊരു ഭാരമാ. അതെന്താ ചന്ദ്രു അങ്ങനെ? അച്ഛന്മാർക്ക് അതിനെക്കുറിച്ച് ആദ്യം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല മാധവേട്ട. മൂത്ത മോള് ജാതകദോഷം കാരണം താലിഭാഗ്യമില്ലാതെ മുന്നിൽ നിൽക്കുന്നു. അതിനിടയില ഇളയവളുടെ കല്യാണം ഉറയ്ക്കുന്നത്. ഒരമ്മയുടെ ഉറക്കം കെടാൻ ഇതിൽ പരം ഒന്നും വേണ്ട. ചന്ദ്രു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാധവേട്ട, പെണ്ണിന്റെ മനസ്സാണ്, അതെങ്ങനെയും ചിന്തിക്കും. നീ പറഞ്ഞു വരുന്നത് വന്ദനമോള് വർഷയുടെ കല്യാണം നടക്കാതിരിക്കാൻ ആഗ്രഹിച്ചു എന്നാണോ? ചന്ദ്രു, അവള് നീ ഉദ്ദേശിക്കുന്ന പോലൊരു പെണ്ണല്ല. തങ്കം കൊണ്ട് തീർത്ത മനസ്സാ അച്ഛൻ്റെ പൊന്നുമോൾ. നീ എന്താ ചന്ദ്രു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത് വിക്രം വർഷയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം ഞാൻ വന്ദനയൊന്ന് നോക്കി. അവളുടെ മുഖത്തൊരുതരം വെറുപ്പായിരുന്നു. ചിലപ്പോ മാധവേട്ടൻ പറയുന്നത് പോലെ എനിക്ക് തോന്നിയതാവാം. അതെ, അത് തന്നെയാ ശരി. വെറും തോന്നൽ മാത്രമാണ്. വന്ദനയ്ക്ക് വർഷം മോളെ പോലെയാ. അവളുടെ കഴുത്തിൽ താലി കയറുന്നത് വന്ദനയ്ക്ക് സന്തോഷേ കൊടുക്കൂ. താലൊരു ഉത്തരവാദിത്വം ഒഴിപ്പിക്കലല്ലമ്മേ. അത് കിട്ടിയവനും അതിനോട് നീതി പുലർത്തിയെങ്കിൽ മാത്രമേ അത് പവിത്രമാവൂ. എന്റെ വർഷമോളുടെ കഴുത്തിൽ വീണത് താലിച്ചരടാണോ താലിക്കുരുക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വർഷയുടെ കാര്യത്തിലുള്ള ടെൻഷൻ തീർന്നു. വിക്രം അവളെ രാജകുമാരിയെ പോലും നോക്കും. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരന് കിട്ടാൻ ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടാ. വർഷയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനി വന്ദനയ്ക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് വേണം മാധവൻ നായർക്ക് ഭാര്യ ചന്ദ്രികയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വപ്നക്കൊട്ടാരം തന്നെ. അന്ന് വന്ദനയുടെ കല്യാണം മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിയില്ലേ? അന്ന് ഈ മാധവൻ നാട് നെഞ്ചിന്റെ ഒരു ഭാഗത്ത് കൂടിയ ഭാരം ഇപ്പൊ ഒന്ന് മാറിയതേ ഉള്ളൂ. ഈ സമയത്ത് അച്ഛനോടും അമ്മയോടും വിക്രം കൊള്ളാത്തവനാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇന്ന് തന്നെ ഈ കല്യാണം കൂടി മുടങ്ങിപ്പോയാ അതവരെങ്ങനെ സഹിക്കും? തൽക്കാലം ഇപ്പൊ പറയാതിരിക്കുന്നതാ നല്ലത്. ചേച്ചി, ആ വർഷേ, എനിക്ക് പോവാൻ സമയാവുന്നു. പോയിട്ട് വരട്ടെ എന്ന് പറമോളെ. പോയിട്ട് വരാൻ സമയാവുന്നു. എന്റെ മോൾക്ക് സർവേശ്വരന് എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ. അല്ല, നേരം പോകുന്നു, ഇറങ്ങാൻ സമയമായി. പുറപ്പെടാൻ ഇനിയും സമയമുണ്ട് മോനെ. കല്യാണ മുഹൂർത്ത സമയം മാത്രം നോക്കിയാൽ മതി, അല്ലാതെ എന്തിനും ഏതിനും സമയം നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വാ, ഇറങ്ങാം. കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ചന്ദ്രികേ, പിന്നെ ആദ്യം ഭർത്തൃ വീട്ടിലേക്ക് പോകുമ്പോൾ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. കൂടപ്പുറപ്പുകൾ ആരെങ്കിലും കൂടെ പോകണ്ടേ? അമ്മേ, വിക്രം കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ, പിന്നെന്താ? വിക്രം ഇതൊന്നും കാര്യമാക്കണ്ട. എന്തോ തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞത്?
ഇറങ്ങാം, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ശരി. അച്ഛമ്മേ, പെണ്ണിന് ഭർത്താവിന്റെ വീട് സ്ഥായിയായിട്ടുള്ള വീട്. എന്റെ മോക്ക് നല്ലതേ വരും. എന്നും അച്ഛമ്മയെ വിളിക്കണേ. പിന്നെ നമ്മുടെ വീടിന്റെ ധൈര്യം എന്റെ മോളായിരുന്നു. സാരമില്ല, പോയിട്ട് വാ. പോയിട്ട് വാ. മതി, വാ പോവാം. പോയിട്ട് വാ. പോയിട്ട് വാ. നന്നായി വരും. മോളെ പോയിട്ട് വാ. സന്തോഷത്തോടെ പോയിട്ട് വാ. സന്തോഷത്തോടെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കരയുന്നത് ചന്ദ്രികയാണല്ലോ. ദൂരെ എവിടേക്കും അല്ലല്ലോ അവിടെ പോകുന്നേ, അടുത്തല്ലേ. മോളെ പോയിട്ട് വാ. ചേട്ടാ, പോയിട്ട് വാ. പോയി വാ മോളെ. വരൂ ചേട്ടാ. പോയിട്ടോ. വന്നിനിച്ചി. പുതിയൊരു ജീവിതം തുടങ്ങാം. എല്ലായിടത്തും ഇനി നിന്റെ കണ്ണെത്തണം. ചുറ്റും അപകടങ്ങൾ പതുങ്ങിയിരിക്കുന്നത് നമ്മൾ അറിയില്ല. എല്ലായിടത്തും ജാഗ്രത വേണം. കഴിഞ്ഞില്ലേ? ഇല്ല, എനിക്കൊരാങ്ങളെയും കൂടി ഉണ്ട്.
വന്ദനേച്ചി മതി വാ പോവാം. ഞങ്ങൾ ഇറങ്ങുവാണ്. വർഷയ്ക്ക് ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ ഇറങ്ങട്ടെ? ശരിയാണ്. ശരി മക്കളെ. പോട്ടെ. അജയ വണ്ടി എടു. ഭിക്ഷക്കാരിൽ നിന്ന് രക്ഷിച്ചതിന്റെ നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ പേരും പറഞ്ഞ് എന്റെ പിറകെ വരരുത്. എന്നെ ശല്യം ചെയ്യരുതെന്ന്. അതെന്റെ അമ്മയാ. അപ്പൊ നീയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. എനിക്ക് നിങ്ങളെ അറപ്പാണ്, വെറുപ്പാണ്. വിഘ്നേശ്വര, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നീ എന്തിനാ എന്റെ ലൈഫിൽ ഇങ്ങനെ വിഘ്നങ്ങൾ വരുത്തുന്നത്? അറിഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യില്ല എന്ന് അറിയാവുന്നതല്ലേ? ശരിയാണ്, അവൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റെ ഏറ്റവും അടുത്ത ബന്ധു വരെയാക്കി. അതൊന്നും മറന്നിട്ടല്ല. വന്ദന ചന്ദ്രികാമ്മയുടെ മകളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന വന്ദന ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മനസ്സിലെ ഇഷ്ടം മാറ്റിവെച്ച് എന്നും ഒറ്റയ്ക്ക് കഴിയണോ? ഞാൻ ഇത്രമാത്രം ആരെയും സ്നേഹിച്ചിട്ടില്ല. അത്രയ്ക്ക്
വന്ദനയെ സ്നേഹിച്ചു പോയി. ഒരു കുട്ടിയുടെ അമ്മയാണ് അവൾ, ഒരാളുടെ ഭാര്യ. ഞാൻ സ്നേഹിച്ച ദിയമോളുടെ അമ്മ. ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഒരു കരടായി ഞാൻ ഉണ്ടാവാൻ പാടില്ല. മറക്കണം, എല്ലാം മറക്കണം.